നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫിനെതിരെയും പരിയാരത്തെ INTUC ഭാരവാഹികൾ മത്സര രംഗത്ത്. മീനച്ചൂടിൽ നാടെരിയുന്നു. സൂര്യാഘാതം വ്യാപകമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷകർ. ചിരസ്മരണ അരങ്ങിലേക്ക്. കയ്യൂരിന്റെ വീരേതിഹാസത്തിന് പുതിയ ദൃശ്യവ്യാഖ്യാനം ഒരുക്കുകയാണ് ദൃശ്യ പയ്യന്നൂർ. കയർ സൊസൈറ്റികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ കയർഫെഡ്. ലക്ഷങ്ങളുടെ ബാധ്യതയുമായി സംഘങ്ങൾ കടക്കണിയിലേക്ക്. ONVയുടെ ഉജ്ജയിനി എന്ന കവിതയ്ക്ക് ശില്പഭാഷ്യമൊരുക്കി സുരേന്ദ്രൻ പൂക്കാനം. വിശദമായ വാർത്തകളിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തെരഞ്ഞെടുപ്പ് രംഗത്തും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫിനെതിരെയും പരിയാരത്തെ INTUC ഭാരവാഹികൾ മത്സര രംഗത്ത്. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതിലും ജില്ലയോടുള്ള മന്ത്രിമാരുടെ അവഗണനയിലും പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തന്നെ പ്രതിഷേധത്തിന് പുതിയൊരു രീതി അവലംബിച്ചിരിക്കുകയാണ് INTUC പ്രവർത്തകർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫിനെതിരെയുമാണ് പരിയാരത്ത് നിന്നും ജീവനക്കാർ മത്സരരംഗത്തിറങ്ങുന്നത്. തളിപ്പറമ്പ് സ്വദേശിയും INTUC ജില്ലാ സെക്രട്ടറിയുമായ K രാജനാണ് KC ജോസഫിനെതിരെ ഇരിക്കൂറിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 34 വർഷമായി ജില്ലയിൽ നിന്നും MLA ആയും കഴിഞ്ഞ 5 വർഷമായി മന്ത്രിയായിട്ടും മെഡിക്കൽ കോളേജ് ഏറ്റെടുപ്പിക്കുന്നതിൽ ഒരു നടപടിയും ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായില്ല. ബാക്കിയുള്ള ജില്ലകൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ കണ്ണൂരിനെ മാത്രമാണ് തഴഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചാണ് KC ജോസഫിനെതിരെ മത്സരിക്കുന്നതെന്നും അദ്ദേഹം എവിടെ മത്സരിച്ചാലും അവിടെ താൻ മത്സര രംഗത്തുണ്ടാകുമെന്നും രാജൻ പറയുന്നു. ഞാനിപ്പോൾ ഇരിക്കൂറിൽ മത്സരിക്കാനുള്ള കാരണം കണ്ണൂർ ജില്ലയുടെ ചാർജുള്ള ഒരു മന്ത്രിയാണ് KC ജോസഫ്. 34 വർഷമായി കണ്ണൂർ ജില്ലക്കകത്തുനിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ 5 വർഷമായി മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരുപാട് വികസനം നടത്തിയാണെന്ന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ 13 ജില്ലകൾക്കകത്തും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചപ്പോൾ കണ്ണൂരിനെ മാത്രം മാറ്റി നിർത്തിയതിൻ്റെ പ്രചോദനം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട KC ജോസഫ് വിശദീകരിക്കണം. പരിയാരം സ്വദേശിയും പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറിയുമായ UK മനോഹരനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ മത്സരിക്കുക. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് വാക്കുപാലിക്കാത്തതിലും ജില്ലയോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രിക്കെതിരെ മത്സരരംഗത്തിറങ്ങുന്നതെന്ന് മനോഹരൻ പറയുന്നു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും കണ്ണൂരിൻ്റെ കാര്യത്തിലും കണ്ണൂർ വരുമ്പോൾ ഒരു ഇൻസൾട്ട് സൈസ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ളൊരു പ്രതിഷേധമാണ് ഈ സ്ഥാനാർത്ഥിത്വം. അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന എല്ലാ അഴിമതികളും, അതുപോലെ തന്നെ കോർപ്പറേറ്റ് രജിസ്ട്രാളും അതുപോലെ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാളൊക്കെ കൊടുക്കുന്ന അനുമതിയൊന്നും ഞങ്ങൾക്ക് പുല്ലുവിലയാണെന്ന് കൽപ്പിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെയും UDFിൻ്റെയും ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മീനച്ചൂടിൽ നാടെരിയുന്നു. ഇക്കുറി സൂര്യാഘാതം വ്യാപകമാകുമെന്ന വിലയിരുത്തലിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ. വേനൽ കടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാളിതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടിയ ചൂടാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. വേനൽ വിവിധ മേഖലകളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനകം തന്നെ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും പറയാനാകാത്ത വിധം ചൂടിൻ്റെ പ്രശ്നങ്ങൾ കനക്കുകയാണ്. 39 ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനില. കുറഞ്ഞതാകട്ടെ 27. പുഴകളിലെ ജലനിരപ്പ് താഴുകയും തോടുകൾ വരളുകയും ചെയ്തതോടെ കിണറുകളിലെ വെള്ളവും കുറഞ്ഞു. കുംഭച്ചൂടിൻ്റെ ആരംഭത്തിൽ തന്നെ നീർത്തടങ്ങൾ വറ്റിയത് വരുന്ന ആളുകളിൽ വരൾച്ചയുടെ സൂചനയാണ് നൽകുന്നത്. അസാധാരണമായ ചൂട് കാരണം പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. കാർഷികോൽപാദനം കുറയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. നിർമ്മാണ മേഖലകളിലും മറ്റുമായി
തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. അമിത ചൂടും സൂര്യാഘാതവും ഏറെ അനുഭവിക്കേണ്ടി വരുന്നതും ഇവരാണ്. ഉണങ്ങിയ പുല്ലുകൾക്കും മറ്റും തീപിടിക്കുന്നത് മൂലം ഫയർഫോഴ്സുകാരും വിശ്രമമില്ലാതെയായിരിക്കുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ചൂട് വർദ്ധിക്കാൻ കാരണമായതായി പഠനങ്ങൾ വിലയിരുത്തുന്നു. പണ്ടൊക്കെ ഓടുകളും ഓലകളും മേഞ്ഞ ചരിഞ്ഞ മേൽക്കൂരകളുള്ള വീടാണ് ഉണ്ടായിരുന്നത്. വെയിൽ നേരിട്ട് പതിക്കാതിരിക്കാനും ചൂട് കുറയ്ക്കാനും ഇത് കാരണമായിരുന്നു. വയലുകളും തണ്ണീർത്തടങ്ങളും അപ്രത്യക്ഷമാകുന്നതും ചൂട് കൂടുന്നതിന് കാരണമായി. ചൂടിനെ തടുത്തു നിർത്തിയിരുന്ന ചെറിയ കുന്നുകളും നാം അരിഞ്ഞെടുത്തു. വിതയ്ക്കുന്നത് കൊയ്യാനാകില്ലെന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വരും നാളുകളെ ഓർത്ത് നാം ഇനി എങ്ങനെയാണ് ആശങ്കപ്പെടാതിരിക്കുക? നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തീവെയിൽ ഇടയിലക്കാട് നെൽവയലുകൾ വിണ്ടുകീറി. മുന്നറിയിപ്പ് വകവെക്കാതെയുള്ള പ്രകൃതി ചൂഷണം മൂലം പ്രദേശങ്ങൾ വെന്തുരുകുന്നു. ഇടയിലക്കാട് പുഴയോരത്തെ 3 വിളവെടുക്കുന്ന എന്നും പച്ചപുതിച്ചു നിൽക്കുന്ന നെൽവയലിൻ്റെ വർത്തമാന കാഴ്ചയാണിത്. വരണ്ട് വെണ്ടുകീറിയ നിലയിൽ ഏക്കറോളം കൃഷിനിലങ്ങൾ മരുഭൂമിക്ക് തുല്യമായിരിക്കുകയാണ്. കണ്ടൽക്കാടുകളും ചതുപ്പുനിലങ്ങളും കൊണ്ട് സമൃദ്ധമായതും മനസ്സിന് കുളിരു പകരുന്നതുമായ ഇടയിലക്കാട് നാഗക്കാവിന് തൊട്ടടുത്തുള്ള നെൽവയലുകൾക്ക് ഈ ഗതി വന്നത് പരിസ്ഥിതിയോട് പണമോഹികളായ മനുഷ്യൻ കാണിച്ച അരുതായ്മ കൊണ്ടാണ്. വികസനത്തിൻ്റെ പേരിൽ മരങ്ങൾ മുറിച്ചും കുന്നിടിച്ച് റോഡാക്കിയതും സ്വാഭാവിക ഒഴുക്കിനെ മുട്ടിച്ച് പുഴയ്ക്ക് കുറുകെ ബണ്ട് നിർമ്മിച്ചതും നിലം നികത്തി പറമ്പാക്കിയതുമെല്ലാം പ്രകൃതിക്കേറ്റ പ്രഹരമാണ്. പ്രകൃതി സ്നേഹികളുടെ മുന്നറിയിപ്പ് പരിഗണിക്കാതെ അധികൃതർ കൈമടക്ക് വാങ്ങി വേണ്ടവർക്ക് ഒത്താശ ചെയ്തതിൻ്റെ ദുരന്തമാണ് അത്യുഷ്ണത്തിൽ വെന്തുരുകിക്കൊണ്ട് സൂര്യാഘാതമേറ്റും കുഴഞ്ഞു വീണും നാം ഇന്ന് അനുഭവിക്കുന്നത്. ഇതെല്ലാം കൃഷി 3 വല എടുക്കുന്നത് കണ്ടാണ്. വരളിച്ചുകൊണ്ട് ഇപ്പം തീരെ ഒന്നും ശരിയാതെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് തീരെ ഇങ്ങനെ വരണ്ട് നിൽക്കുന്നത്. തീവയിലേറ്റ് കരിഞ്ഞുണങ്ങിയ കണ്ടലുകളും ചതുപ്പ് പുല്ലുകളും തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന പാകത്തിലാണിവിടെ. പാറപ്രദേശങ്ങളിലെ തീ ശ്രദ്ധിക്കുക എന്ന അപായ സൂചനാ ബോർഡ് ഇവിടെയും വെക്കേണ്ട സ്ഥിതിയാണിന്ന്. അത്രയും സ്ഥലമാണ് കരിഞ്ഞിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കയർ സൊസൈറ്റികളിൽ നിന്ന് കയർഫെഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. സൊസൈറ്റികളിൽ തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. കയർ കെട്ടിക്കിടന്ന് ലക്ഷങ്ങളുടെ ബാധ്യതയുമായി സംഘങ്ങൾ കടക്കണിയിലേക്ക്. കയർ സൊസൈറ്റികളിൽ ഇന്ന് തൊഴിലാളികൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ്. കയർ മേഖലയിൽ ഒരു കാലത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ന് അതൊക്കെ ഓർമ്മകൾ മാത്രമായി മാറിക്കഴിഞ്ഞു. കയർ സൊസൈറ്റികളിൽ കയർഫെഡ് കയർ ഉൽപ്പന്നങ്ങൾ എടുക്കാത്തതാണ് ഇവരെ ദുരിതത്തിലാക്കാൻ കാരണമായിരിക്കുന്നത്. പ്രൈവറ്റുകാർക്ക് കയർ വിൽപ്പന നടത്താനും നിയമം തടസ്സമായതും ടൺ കണക്കിന് കയർ സൊസൈറ്റികളിൽ തന്നെ കെട്ടിക്കിടക്കാനും ഇത് കാരണമായി. സൊസൈറ്റികൾ ലക്ഷങ്ങൾ ചെലവിട്ട് ഫൈബർ വാങ്ങിയതും ഇതേ തുടർന്നും സൊസൈറ്റികൾ വലിയ കടക്കണിയിലുമായി. കയർ വിറ്റഴിയാതെയായപ്പോൾ 6 മാസമായി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും പറ്റാതായി. സ്വർണം പണയം വെച്ച് വരെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ട അവസ്ഥയിലാണെന്നാണ് സംഘം സെക്രട്ടറി ശാന്ത പറയുന്നത്. തൊഴിലാളിക്ക് 6 മാസമായി കൂലി കൊടുക്കാത്തത്. ഇതാ കെട്ട് കണക്കിന് കിടക്കുകയെന്ന് ഇടുക. 100 കിൻഡലോളം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം ഈ കിടക്കുന്ന സ്റ്റോക്കെല്ലാം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുള്ള് പൈസ കിട്ടിയാലേ നമ്മൾ ഇപ്പോഴത്തെ കടം മുഴുവൻ തീരൂരും. പയ്യന്നൂർ കയർ സൊസൈറ്റിയിൽ മാത്രം 22ഓളം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇവർ ഇപ്പോൾ പട്ടിണിയിലുമാണ്. സോണിയ പറയുന്നത് തന്നെ കേൾക്കാം. നമ്മളെല്ലാം സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ വികലമായ നയമാണ് കയർ മേഖല തകരാൻ കാരണമായതെന്നാണ് കയർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയാസ് പ്രസിഡന്റ് OP ഭാസ്കരൻ പറയുന്നത്. കയറുകളെല്ലാം കെട്ടിക്കിടക്കുന്ന കയറുകളെല്ലാം കയർ ഫെഡ് എടുത്തിട്ട് കൃത്യമായിട്ട് പൈസ അതിൻ്റെ വില കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലാളി പട്ടിണി ഇല്ലാതെ പോകും. ഇപ്പോൾ അർദ്ധ പട്ടിണി ഇല്ലാന്നില്ല. അത് മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയം മാറ്റണം. ഗവൺമെൻറ് നേരത്തെ സമരത്തിൽ ഉന്നയിച്ച അവർക്ക് ഒത്തുതീർപ്പാക്കിയ വ്യവസ്ഥ പാലിക്കണം. അങ്ങനെ പാലിച്ചാൽ ഈ പുതിയ സംഘങ്ങളെ ഒരു പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകും. തൊണ്ട് സംഭരിക്കുന്നുണ്ടെങ്കിൽ 1 രൂപ 35 പൈസക്ക് സബ്സിഡി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം നടത്തുന്നില്ല. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ കയർ കെട്ടിക്കിടക്കുന്നതിൽ എടുത്തു മാറ്റി കയറെല്ലാം വിൽപ്പനക്ക്. അത് മാത്രമല്ല കയർ ഫെഡ് പുറം പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വിടാത്തൊരു സാഹചര്യമുണ്ട്. അവർ പുറത്തെ കച്ചവടക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ കയർ ഫെഡ് കൃത്യമായിട്ട് ഈ കെട്ടിക്കിടക്കുന്ന കയറെടുത്ത് അതിൻ്റെ പൈസ കൊടുത്താൽ തൊഴിലാളികൾക്ക് തൊഴിലും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും വേണ്ടി സാധിക്കും എന്നതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കോടിക്കണക്കിന് രൂപ കയർ മേഖലക്ക് അനുവദിച്ചതായി ബജറ്റിൽ പറയുമ്പോഴും ഈ മേഖല എങ്ങനെ ഇത്തരത്തിലായെന്ന് പരിശോധിക്കണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അധികൃതരുടെ അവഗണന തുടരുന്നു. പരിയാരം മലയ്ക്കൻ തോടിനു നേരെ വീണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം.
രാത്രിയുടെ മറവിൽ തോടിൽ കക്കൂസ് മാലിന്യം തള്ളി. കടന്നപ്പള്ളി ഭാഗങ്ങളിൽ ഉൾപ്പെടെ കൃഷിക്കും മറ്റാവശ്യത്തിനുമായി ജനങ്ങൾ ഇന്നും ഉപയോഗിച്ചു വരുന്ന ആലക്യം തോടിന് ഇനിയും സാമൂഹ്യവിരുദ്ധരുടെ കയ്യിൽ നിന്നും രക്ഷയില്ല. ഇക്കൂട്ടർക്ക് ഇത് മാലിന്യം തള്ളാനുള്ള വെറും കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. രാത്രിയുടെ മറവിൽ തോട്ടിൽ അറവുശാലയിലേതുൾപ്പെടെ വിവിധ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് നിത്യസംഭവമാണ്. പ്രശ്നം രൂക്ഷമാകുകയും തോടിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് ദുരിതമാകുകയും ചെയ്തതോടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അധികൃതർ നിസ്സംഗത തുടർന്നതിനാൽ ഇതുവരെയും പ്രശ്നത്തിന് പരിഹാരമായില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം തോട്ടിൽ തള്ളിയ നിലയിൽ കണ്ടത്. ദുർഗന്ധം കാരണം ഈ വഴി കാൽനടയാത്ര പോലും ദുസ്സഹമായ നിലയിലാണ്. ആലക്യം പാലം വികസന സമിതിയുടെ നേതൃത്വത്തിൽ പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അധികാരികൾ മാലിന്യം തള്ളുന്നവരെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്നും സമിതി പ്രവർത്തകർ പറയുന്നു. പ്രദേശത്ത് പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മിനി ടാക്സി തൊഴിലാളി യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ട്രേഡ് സെന്ററിൽ ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് VK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കേരളത്തിൽ UDF ഗവൺമെന്റ് തന്നെയാണ്. എല്ലാ തൊഴിൽ മേഖലയും പരമ്പരാഗത മേഖലകളും ഒന്നിനും സഹായിക്കുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. കേവലം കുത്തകൾക്ക് മാത്രം, വലിയ മുതലാളിമാർക്കും അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് ഈ ഗവൺമെന്റ് മാറി. പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് K റഷീദ് അധ്യക്ഷനായി. ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ് നൽകി ചാർജും പ്രഖ്യാപിച്ച വാഹനമാണ് മിനി ടാക്സി. ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അംഗീകൃത സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതും ആട്ടിയോടിക്കുന്ന സമീപനവുമാണ് ഇപ്പോൾ തുടരുന്നത്. സർക്കാർ അംഗീകൃത മിനിമം ചാർജ് 21 രൂപയാണ്. 4 പേർക്ക് സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന മിനി ടാക്സിക്കെതിരെ നടക്കുന്ന അവഗണനക്കെതിരെ കൺവെൻഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ ഒരുക്കിയ കുടുംബശ്രീ വിപണന മേള സമാപിച്ചു. വിവിധതരം ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. ഗ്രാമീണതയുടെ നേർക്കാഴ്ചയാണ് പഴയങ്ങാടിയിൽ നടന്ന കുടുംബശ്രീ വിപണന മേള. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ആണ് മേളയൊരുക്കിയത്. വിഷുവിനെ വരവേൽക്കാനുള്ള വിഷുക്കലവും കണിവെള്ളരിയും ഇക്കുറി കുടുംബശ്രീ വിപണനയിൽ നേരത്തെ എത്തിയിരിക്കുന്നു. വിഷം തീണ്ടാത്ത ജൈവ പച്ചക്കറി, കൈപ്പാടരി, പലഹാരങ്ങൾ, പായസം, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസം ഫെസിലിറ്റി സെന്ററിൽ നടന്ന കുടുംബശ്രീ മേളയിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത് എന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മുന്നറിയിപ്പില്ലാതെ ലൈനിൽ അറ്റകുറ്റപ്പണി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം IT പരീക്ഷ മുടങ്ങി. തൃക്കരിപ്പൂർ ടൗണിൽ ഇലക്ട്രിസിറ്റി അധികൃതർ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി ലൈനിൽ നടത്തുന്ന അറ്റകുറ്റപ്പണി ടൗണിലെ കച്ചവടക്കാരെയും വിദ്യാർത്ഥികളെയും കഷ്ടത്തിലാക്കുന്നു. ചുട്ടുപഴുക്കുന്ന ചൂടിൽ കറണ്ടില്ലാതെ കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതം അധികൃതർ അറിയാഞ്ഞിട്ടല്ല. സാധാരണ നിലയിൽ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ അറിയിപ്പ് നൽകാറുണ്ടെങ്കിലും ഒരു മുന്നറിയിപ്പ് നടത്താതെയുള്ള പ്രവൃത്തി തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ IT പരീക്ഷ വരെ മാറ്റിവെക്കേണ്ട സ്ഥിതിയുണ്ടാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചിരസ്മരണ അരങ്ങിലേക്ക്. കയ്യൂരിന്റെ വീരേതിഹാസത്തിന് പുതിയ ദൃശ്യവ്യാഖ്യാനം ഒരുക്കുകയാണ് ദൃശ്യ പയ്യന്നൂർ. 2 ഡസനിലധികം കലാകാരന്മാരെ അരങ്ങിലെത്തിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തിന്റെ ഈ മഹാചരിത്രം നാടകരൂപത്തിൽ സാക്ഷാത്കരിക്കുന്നത് പ്രദീപ് മണ്ടൂരാണ്. കാലത്തിനും ചരിത്രത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ടവനാണ് ഞാൻ എന്ന് എനിക്കറിയാം. ഞാനല്ലാതെ മറ്റാരത് കണ്ടെത്തും. ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ പ്രതീകമാണ് കയ്യൂർ. നാടകമായും ചലച്ചിത്രമായും മറ്റു കലാരൂപങ്ങളായും നേരത്തെ മലയാളികളിലെത്തിയിട്ടുണ്ട് കയ്യൂരിന്റെ വിപ്ലവ ചരിത്രം. ധീരരക്തസാക്ഷികൾ ജീവൻ നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യം പോലും പണയപ്പെടുത്തുന്ന ആസുരമായ വർത്തമാന കാലഘട്ടത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളുമായാണ് ദൃശ്യ ചിരസ്മരണ അരങ്ങിലെത്തിക്കുന്നത്. ത്യജിക്കാവുന്നതിൽ ഏറ്റവും വലുത് സ്വന്തം ജീവനായതുകൊണ്ട് രക്തസാക്ഷിത്വം സമാനതകളില്ലാത്ത ത്യാഗമാണ്. സ്വന്തം ജീവൻ കൊണ്ട് ചരിത്രമെഴുതിയ അനശ്വര രക്തസാക്ഷികളായ അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും കൊടോര കുഞ്ഞമ്പുവുമായി പകർന്നാടുന്നത് യഥാക്രമം രജിത ഗോവിന്ദും രനിതും മഹേഷും സുനിൽകുമാറുമാണ്. സുബ്ബരായനായി മണിമുക്കം വേഷമിടും രഘുനാഥ് അന്നൂർ, വിജയൻ ഇടയിലക്കാട്, ജഗദീശൻ, സജിത്ത് കുഞ്ഞിമംഗലം, ഷാജി പടുവളം, ഷാജീവ് ചന്ദ്രൻ, കമലാക്ഷൻ, അഡ്വക്കേറ്റ് MV അമരേശൻ, അഡ്വക്കേറ്റ് KV ഗണേശൻ, അച്യുതൻ പുത്തലത്ത്, രതീഷ്, ബോബി, ജിത്ന, വിലാസിനി, KK ഉഷ, തേജസ്വിനി, അജിത്, അഭിരാം, സങ്കീർത്ത്,
അഭിജിത്ത് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകും. അതൊന്നും പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല അച്ഛമ്മേ. എല്ലാരും എല്ലാ കാലത്തേക്കും അടക്കി വരച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. മാറ്റം അതുണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. കരിവള്ളൂർ മുരളി ഗാനരചനയും പ്രേംകുമാർ വടകര സംഗീത സംവിധാനവും നിർവഹിച്ച ഗാനങ്ങൾക്ക് വി.ടി. മുരളി, രതീഷ് എന്നിവർ ശബ്ദം നൽകി. വിജയൻ കടമ്പേരി രംഗപടവും സുധീർ ബാബൂട്ടൻ ദീപനിയന്ത്രണവും സുരേഷ് കുന്നരു സംഗീത നിയന്ത്രണവും ഓമോഹനൻ ചമയവും നിർവഹിക്കുന്നു. മാർച്ച് 20 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ചിരസ്മരണയുടെ ആദ്യ അവതരണം നടക്കും. കുടിവെള്ള പൈപ്പ് പൊട്ടി മലിനജലം കലരുന്നു. ഉപായത്തിൽ പൈപ്പ് ലീക്കടച്ച അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സാധാരണ ഇവിടുന്ന് എത്രയോ ആൾക്കാർ വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ഇതാണ്. അതിപ്പം അവരോട് അധികാരികളോട് പറഞ്ഞിട്ടാകുമ്പം അധികാരികൾ പറഞ്ഞത് പറഞ്ഞാൽ അതിപ്പം ചെയ്യാൻ പറ്റില്ല, ഇവിടെ മെയിൻ്റെയിൻ ചെയ്യേണ്ട ആൾക്കാർ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് താൽക്കാലികമായിട്ട് ഒരു സൈക്കിൾ ട്യൂബ് വെച്ച് കെട്ടിയിട്ട് അവരത് സ്ലാബ് രണ്ടാമത് അവിടെ ഇട്ടോന്നാണ് പറഞ്ഞത് അധികാരികൾ വന്നിട്ടാകുമ്പോൾ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിസരത്തെ കുടിവെള്ള പൈപ്പും ഡ്രൈനേജിലെ മലിനജലവുമാണ് ഒന്നിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ട പൊതുജനങ്ങൾ അധികൃതരെ അറിയിച്ചെങ്കിലും കുടിവെള്ളമാണ് മലിനമാകുന്നതെന്ന ഗൗരവത്തിൽ പൈപ്പിന്റെ പൊട്ടൽ മാറ്റാതെ പ്ലാസ്റ്റിക് വയർ ചുറ്റി താൽക്കാലിക പ്രവൃത്തി നടത്തി പോവുകയാണുണ്ടായത്. ഇതിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നും അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ONVയുടെ ഉജ്ജയിനി എന്ന കവിതയ്ക്ക് ശില്പഭാഷ്യമൊരുങ്ങി. സുരേന്ദ്രൻ കൂക്കാനം ഒരുക്കിയ ശില്പം 19-ന് ബ്രണ്ണൻ കോളേജിൽ സാഹിത്യകാരൻ M. മുകുന്ദൻ അനാച്ഛാദനം ചെയ്യും. ONVയുടെ ഉജ്ജയിനി എന്ന കവിത സുരേന്ദ്രൻ കൂക്കാനത്തിലൂടെ പുനർജനിക്കുകയാണ്. മനോഹരമായ ഈ ശില്പം കവിതയുടെ മറ്റൊരു ഭാഷയാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഇവിടെ പ്രണയമുണ്ട്, വിരഹമുണ്ട്, പ്രത്യാശയുണ്ട്. സുരേന്ദ്രന്റെ കരവിരുതിൽ അനുവാചകന്റെ മനസ്സിൽ വിടരുന്നത് 1000 മഴവില്ലുകളാണ്. വിരഹാതുരനായ കാളിദാസൻ കൊട്ടാരം വിട്ടുപോകുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായാണ്. ഒറ്റപ്പെടലിന്റെ വേദനയിൽ കൂടിയുള്ള വിരഹയാത്ര നമുക്കിതിൽ ദർശിക്കാം. മാൻ, കുയിൽ, അരയന്നങ്ങൾ എല്ലാം ഉണ്ടിവിടെ. പ്രണയത്തിന്റെ കിളികൾ പറന്നകലുന്നത് ആരുടെ മനസ്സിനെയും ഘനീഭവിപ്പിക്കും. കാളിദാസന്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ മാത്രമല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. കീഴാളവർഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വെളിവാകുന്നതിലൂടെ ശില്പം പ്രത്യാശയുടെ നേർക്കും കൺമിഴിക്കുന്നു. മരപ്പൊടിയും പശയും ചേർത്താണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഇതിന് റിലീഫ് വർക്ക് എന്ന് പറയും. ONVയുടെ ഒരു ആരാധകന്റെ സമർപ്പണം കൂടിയാണിത്. ഈ ശില്പം മുമ്പേ തന്നെ ഇതിൻ്റെ പണി തുടങ്ങിയതായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹാകവിക്ക് ഇത് നൽകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മെ വിട്ടുപോവുകയും അതിനുശേഷം ഈ ശില്പം ഉചിതമായ സ്ഥലത്ത് നൽകണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് ഇത് അദ്ദേഹം ഒരുപാട് കാലം അധ്യാപകനായിരുന്ന തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് വേണ്ടിയിട്ട് ഈ ശില്പം ഞാൻ അവിടുത്തെ അധികൃതരെ അറിയിക്കുകയും അവർ വളരെ സന്തോഷത്തോടു കൂടി ഇത് ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ONV ജീവിച്ചിരുന്നപ്പോൾ നൽകാനായിരുന്നു സുരേന്ദ്രന്റെ ഉദ്ദേശം. അത് നടക്കാതെ പോയി. ബ്രണ്ണൻ കോളേജിന്റെ 125ാമത് വാർഷികാഘോഷവേളയിൽ പൂർവാധ്യാപക സംഗമത്തിൽ വെച്ച് ശില്പം സുരേന്ദ്രനിൽ നിന്ന് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ ഏറ്റുവാങ്ങും. ONV കൂടി പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഈ ചിത്രം അവിടെ സാന്നിധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിൽ CPIML റെഡ് സ്റ്റാർ സ്ഥാനാർത്ഥിയായി വിനോദ് രാമന്തളി മത്സരിക്കും. ജനകീയാധികാരവും ജനകീയ വികസനവും ഉറപ്പാക്കുന്ന രാഷ്ട്രീയ ബദലിനായി വോട്ട് ചെയ്യുക എന്ന ആഹ്വാനവുമായാണ് CPIML റെഡ് സ്റ്റാർ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. കോർപ്പറേറ്റുകളുടെയും സമ്പന്ന സവർണ വിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ എന്ന് CPIML റെഡ് സ്റ്റാർ അഭിപ്രായപ്പെട്ടു. വർഗീയ ഫാസിസ്റ്റ് പദ്ധതികൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സമസ്ത മണ്ഡലങ്ങളിലും കാവ്യവൽക്കരണത്തിന്റെ ഇത്തരമൊരു അഖിലേന്ത്യാ സാഹചര്യത്തിലാണ് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെയാകട്ടെ കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെയും ക്രിമിനൽ മാഫിയ ഇടപാടുകളുടെയും പ്രഭവകേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും മാറ്റിത്തീർത്തു. പൊതുകടം വർദ്ധിച്ചു, എല്ലാ സാമൂഹ്യ തിന്മകളും വർദ്ധിച്ചു. ഈ ഭരണത്തിനെതിരെ പൊതുജനരോഷം ശക്തമാണ്. എന്നാൽ ഈ ജനരോഷത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന LDFനും CPMനുമാകട്ടെ ഫലപ്രദമായൊരു ബദൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ജനങ്ങൾക്ക് തൊഴിലും സാമൂഹ്യ സുരക്ഷയും ജനാധിപത്യാവകാശങ്ങളും ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നതെന്ന് സംഘടനാ നേതാക്കളായ സണ്ണി അമ്പാട്ട്, PV അശോകൻ,
ശ്രീനിവാസൻ PP എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നാടോടികൾ എന്ന ഓമനപ്പേരിൽ നാടുതെണ്ടുന്ന അന്യദേശ സ്ത്രീകൾ തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും വീട്ടുകാരുടെ സ്വസ്ഥത കെടുത്തുന്നു. പ്ലാസ്റ്റിക് പെറുക്കാൻ എന്ന പേരിൽ പിൻവഴികളിലൂടെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ചാക്കുമായി വരുന്ന ഇവർ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വിദഗ്ധരാണ്. 3 പേർ ഒന്നിച്ചാണ് ഇവരുടെ യാത്ര. തൃക്കരിപ്പൂർ തങ്കയം ഭാഗത്തു നിന്നും അടുത്ത കാലത്ത് ഓട്ടുകാര, പിച്ചള പാത്രങ്ങൾ തുടങ്ങി നിരവധി വീട്ടുപകരണങ്ങൾ കളവ് പോയിട്ടുണ്ട്. നട്ടുച്ച നേരത്ത് വീട്ടുകാർ ഉച്ചച്ചൂടിൽ അല്പം വിശ്രമിക്കുന്ന സമയം നോക്കിയാണ് പിന്നാമ്പുറത്തുകൂടി ഇക്കൂട്ടരുടെ വരവ്. പിടിക്കപ്പെട്ടാൽ അലമുറയിട്ട് കരഞ്ഞ് തടി തപ്പുന്ന ഇവർ അടുത്ത കാലത്തായി നിരവധി സ്ഥലങ്ങളിലായി നാടിന്റെ സ്വസ്ഥത കെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. CM വിനയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 1931 ജനിച്ച് 2016 ആദ്യ ദിനങ്ങളിൽ നമ്മളെ വിട്ടുപോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണാസന്നനായി കിടക്കുന്ന ആ അവസാന നിമിഷങ്ങളിൽ പോലും ONVയോടൊപ്പം കവിതയുണ്ടായിരുന്നു എന്നതാണ്. കാങ്കോൽ ടൗണിൽ നടന്ന ചടങ്ങിൽ KSCF പ്രസിഡന്റ് K. ഹരീന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി AK. രാജഗോപാലൻ നമ്പ്യാർ, ഡോക്ടർ TVG മാരാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ഏഴിമല ലൂർദ് മാതാ ദേവാലയത്തിൽ 40ാം വെള്ളിയാഴ്ച ആചരണത്തിന്റെ ഭാഗമായി കുരിശുമല കയറ്റം നടന്നു. കണ്ണൂർ രൂപതയിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായ ഏഴിമല ലൂർദ് മാതാ ദേവാലയത്തിൽ ഉച്ചക്ക് 3 മണിയോടെ മലയടിവാരമായ കുരിശുമുക്കിലെ കപ്പോളയിൽ കണ്ണൂർ രൂപത മെത്രാൻ അലക്സ് വടക്കുംതലക്ക് സ്വീകരണം നൽകി. തുടർന്ന് മെത്രാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുരിശുമല കയറ്റവും നടന്നു. ഇറ്റാലിയൻ മിഷണറിയും ഏഴിമല ഇടവക സ്ഥാപകനുമായ ഫാദർ ജെയിംസ് മൊന്തനാരി കടന്നുപോയ പാതയോരങ്ങളിൽ സ്ഥാപിച്ച 14 കുരിശുകൾക്ക് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മലമുകളിലെ മാതാവിന്റെ ഗ്രോട്ടോയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് ഫെറോന വികാരി ഫാദർ മാർട്ടിൻ രായപ്പൻ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. വിവിധ ഇടവകളിൽ നിന്നായി നിരവധി വിശ്വാസികൾ കുരിശുമല കയറ്റത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന റോഡ് 1 മാസത്തോടടുത്തിട്ടും പൂർത്തിയാക്കില്ല. യാത്രക്കാർ ദുരിതം പേറുന്നു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനോട് തൊട്ടു പടിഞ്ഞാറുള്ള രജിസ്റ്റർ ഓഫീസ് റോഡാണ് കാൽനട യാത്ര പോലും ദുഷ്കരമാക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള പഴയ ടാറിട്ട റോഡ് പുതുക്കി ബസ് സ്റ്റാൻഡിനോട് യോജിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രവൃത്തി ആരംഭിച്ചത്. നിലവിലെ റോഡ് പൊളിച്ച് മുകളിൽ കരിങ്കല്ലിട്ടത് റോഡ് വഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വാഹനഗതാഗതത്തിന്റെ കാര്യം പറയുകയേ വേണ്ട. ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകാവുന്ന പ്രവൃത്തിക്കായി റോഡ് പൊളിച്ചിട്ടിട്ട് മാസം 1 കഴിഞ്ഞു. പ്രവൃത്തി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടുസംസ്കൃതിയുടെ നേർക്കാഴ്ചയുമായി ചിത്രങ്ങളുടെ കലവറയൊരുക്കി വിദ്യാമന്ദിർ കോളേജ്. കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ശില്പി സുരേന്ദ്രൻ കൂക്കാനം ഉദ്ഘാടനം ചെയ്തു. നാട്ടുവഴികളിൽ തങ്ങൾ കണ്ടുപരിചയിച്ച ദൃശ്യങ്ങൾക്ക് നിറങ്ങൾ നൽകി ക്യാൻവാസിലേക്ക് പകർത്തി വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, തെയ്യങ്ങൾ തുടങ്ങി നാട്ടുവഴിയുടെ ജീവൻ പ്രതിഫലിക്കുന്നതായി ചിത്രപ്രദർശനം. പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ശില്പി സുരേന്ദ്രൻ കൂക്കാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ C. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഷാജി PV, വർഗീസ് A, വിനോദ് കുമാർ MB, നിധിൻ N തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മേഖല സംയുക്ത ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുശ്ശേരി ഉസ്താദ് അനുസ്മരണവും സമസ്ത നേതാക്കൾക്കുള്ള സ്വീകരണവും മാർച്ച് 20 ഞായറാഴ്ച ഉച്ചയ്ക്ക് പയ്യന്നൂർ ജുജു ഇന്റർനാഷണലിൽ നടക്കും. സമസ്ത ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത ഷേഖുൽ ജാമിയ പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, സെക്രട്ടറി കൊയ്യോട് PV ഉമ്മർ മുസ്ലിയാർ എന്നിവർക്കാണ് ചടങ്ങിൽ സ്വീകരണം നൽകുക. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് KPP തങ്ങൾ അൽ ബുഖാരി അധ്യക്ഷനാകും. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി മുഖ്യപ്രഭാഷണം നടത്തും. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിക്കും. സയ്യിദ് KPP തങ്ങൾ അൽ ബുഖാരി
സയ്യിദ് സഫാൻ കോയത്തങ്ങൾ, സിറാജുദ്ദീൻ ദാരിമി കക്കാട്, എസ് എ ഷുക്കൂർ ഹാജി, എ സുൽഫിക്കർ അലി, ടി പി മഹമ്മൂദ് ഹാജി മാതമംഗലം, സി പി അബൂബക്കർ മൗലവി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ EMS AKG സ്മൃതി 2016 മാർച്ച് 24 മുതൽ 26 വരെ ഗാന്ധി പാർക്കിൽ നടക്കും. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ KN ഗണേഷ്, ഡോക്ടർ V ശിവദാസൻ, ഡോക്ടർ അനിൽ ചേലാമ്പ്ര എന്നിവർ പ്രഭാഷണം നടത്തും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. വോട്ടർമാർക്ക് കുറവുള്ള ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകി വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. വോട്ടിന് വേണ്ടി അവർ പൈസ കൊടുത്താലും ഏകദേശം ഇതെല്ലാം കണ്ടുവന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആ തീരുമാനം പിൻവലിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില പ്രഖ്യാപനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ശരിയല്ല, ജനങ്ങൾക്കത് ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് അത് നിരവാധികം ഒഴിവാക്കണമെന്ന് ഞാൻ വിനീതമായി കമ്മീഷനോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ വെക്കുന്നത്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യാറ് അത് ഇതേപോലുള്ള ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ മുഴുവൻ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു സമ്മാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ നല്ലൊരു തീരുമാനം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ജനങ്ങൾ ഇതിന് ഈ വോട്ടിനെ വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ ആകർഷിക്കാൻ വേണ്ടി നല്ലൊരു പരിപാടിയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പയ്യന്നൂർ ഉപജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർ, സഹ അധ്യാപകർ എന്നിവർക്ക് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 19 ശനിയാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ BM LP സ്കൂളിൽ വെച്ച് യാത്രയയപ്പ് നടത്തുന്നു. എരമം ശ്രീ മുതുകാട്ടുകാവ് അയ്യപ്പക്ഷേത്രം ഉത്രമ്പാട്ട മഹോത്സവം മാർച്ച് 23 മുതൽ 29 വരെ നടക്കും. പയ്യന്നൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ മാർച്ച് 20 മുതൽ 27 വരെ നടക്കും. ഈയക്കാട് മുണ്ട്യ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 25, 26, 27 തീയതികളിൽ നടക്കും. ഉടുമ്പുന്തല മുസ്ലിം മുക്തരിബ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന ബൈത്തുൽ മുക്തരിബ് ഭവന പദ്ധതിയിലെ 2ാമത്തെ വീടിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഉടുമ്പുന്തല മഹലിലെ നിർധനരായ ചുരുങ്ങിയത് 4 സെന്റ് സ്ഥലം സ്വന്തമായുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 30. വിശദ വിവരങ്ങൾക്ക് 8281802555 9497720555 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫിനെതിരെയും പരിയാരത്തെ INTUC ഭാരവാഹികൾ മത്സര രംഗത്ത്. മീനച്ചൂടിൽ നാടെരിയുന്നു. സൂര്യാഘാതം വ്യാപകമാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷകർ. ചിരസ്മരണ അരങ്ങിലേക്ക്. കയ്യൂരിന്റെ വീരേതിഹാസത്തിന് പുതിയ ദൃശ്യവ്യാഖ്യാനം ഒരുക്കുകയാണ് ദൃശ്യ പയ്യന്നൂർ. കയർ സൊസൈറ്റികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ കയർഫെഡ്. ലക്ഷങ്ങളുടെ ബാധ്യതയുമായി സംഘങ്ങൾ കടക്കണിയിലേക്ക്. ONVയുടെ ഉജ്ജയിനി എന്ന കവിതയ്ക്ക് ശില്പഭാഷ്യമൊരുക്കി സുരേന്ദ്രൻ കൂക്കാനം.
ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.